സമയം അത്രയേ ഉള്ളൂ. ചുട്ടുപൊരിയുന്ന വെയിലത്തായിരിക്കുന്നത്. ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഞാനൊരു അരമണിക്കൂർ സംസാരിക്കണമെന്ന് കരുതിയാ വന്നത്. ഞാനത് 15 മിനിറ്റാക്കി ചുരുക്കുകയാണ്. സതീശന് 12 മണിക്ക് അദ്ദേഹത്തിന് മറ്റു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകണം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ചടങ്ങ് അവസാനിപ്പിക്കണം. പൊരി വെയിലത്താണ് ഞാനും നിങ്ങളും. ഈ വെയിലത്തിരുന്ന് പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും എന്റെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് 10-15 മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ DGP ഓഫീസ് മാർച്ച് കേരളത്തിലെ ജനവികാരത്തിന്റെ പ്രതീകമാണ്. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ, നാട് നീളെ തെണ്ടി നടന്ന് വഴിയോരത്ത് കാണുന്ന യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ സംഘടനയിലെയും പ്രവർത്തകന്മാരെ വെട്ടിയും നുറുക്കിയും അടിച്ചും ഇടിച്ചും ഓടിച്ചും ഒരു കലാപ നാടായി ഈ നാടിനെ മാറ്റുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകാണും. ആ ചക്രവർത്തിയുടെ ഒരു അവസാനകാലം കുറിച്ച് എഴുതി ചേർത്ത ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചത്, വെട്ടിപ്പിടിച്ച് ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിച്ച് വിദേശ രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ഇതിനിടയിൽ അദ്ദേഹം അവശനായി, അദ്ദേഹം വീണു. ഏതൊരു യുദ്ധത്തിന് എനിക്ക് സാധിക്കില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മ ഇന്ത്യയിലായിരുന്നു. അമ്മയോട് വരാൻ ആവശ്യപ്പെട്ടു. അമ്മ എത്തിയില്ല. അമ്മ എത്താതെ ഞാൻ മരിക്കും എന്ന നിലയിലേക്ക് കടന്നുപോയപ്പോ അദ്ദേഹം സ്വയം ചോദിച്ചു, ഞാൻ എന്തിനാണ് ഇതൊക്കെ വെട്ടിപ്പിടിച്ചത് എന്നെനിക്കറിയില്ല. എത്രയോ ആയിരങ്ങളെ വെട്ടിനുറുക്കിക്കൊന്നും, എത്രയോ ആയിരങ്ങളെ തെരുവിലാക്കിയും, എത്രയോ ആയിരങ്ങളെ അനാഥരാക്കിയുമാണ് ഈ സാമ്രാജ്യങ്ങളൊക്കെ ഞാൻ വെട്ടിപ്പിടിച്ചത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. എനിക്ക് മറ്റൊരു ലോകത്തിലേക്ക് എത്തിയാൽ എനിക്ക് പാപമോക്ഷം കിട്ടുമോ എനിക്കതറിയില്ല. എന്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് വിലപിച്ച അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഈ ലോകത്തിൽ നടത്തിയ എല്ലാ അക്രമത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പാണ്. ദ്രോഹിച്ചവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് മോചനം, അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൊന്നൊടുക്കിയ കുടുംബത്തിന്റെ ആശ്രിതരോട് അഭ്യർത്ഥിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ നോട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. സാക്ഷാൽ പിണറായി വിജയൻ, താങ്കളും ഇതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ പരിതരിക്കുന്ന ഒരു സമയം ഇത് അധിക ദൂരത്തല്ല എന്ന് ശ്രീ പിണറായി വിജയൻ കണ്ടറിയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. നിങ്ങളും ആ വഴിക്കാണ് പോകുന്നത്. നിങ്ങൾ പരിതപിക്കും, നിങ്ങൾ സഹതപിക്കും, നിങ്ങൾ ആത്മവിമർശനം നടത്തും, നിങ്ങൾ ദുഃഖിക്കും. ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ബോഡി ഗാർഡുകളും പോലീസുകളും പി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, എന്റെ കണ്ണൂരിലെ ഗുണ്ടാ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ വ്യസനിക്കും, നിങ്ങൾ പരിതപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്റെ ഈ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇറങ്ങിപ്പോകാൻ വഴിയില്ല, ഇറങ്ങി നടക്കാൻ വഴിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു യാത്ര, ഒടുക്കത്തെ യാത്ര കടന്നുപോകുന്ന മുഴുവൻ ആളുകളെയും അടിച്ചും വെട്ടിയും നുറുക്കിയും വണ്ടി കയറ്റി കാല് ചതച്ചരച്ചും ഇടതുപക്ഷ സംഘം മുന്നോട്ട് പോവുകയാണ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എത്ര കുട്ടികൾ ആശുപത്രിയിൽ? എത്ര കുട്ടികളെ അറസ്റ്റ് ചെയ്തു? ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? പോലീസിന്റെ മുൻപിലിട്ട് അടിച്ച, കൈയും കാലും പൊട്ടിച്ചവരെ പോലീസ് അവരുടെ പേരിൽ കേസെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു.
അടികൊണ്ടതും പോരാ, ഈ ഗുണ്ടായിസത്തിന് ഇരയായതും പോരാ, അതിനപ്പുറത്ത് ക്രിമിനൽ കേസിൽ പോലും നമ്മുടെ കുട്ടികൾ പോലീസുകാരന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഇതെന്ത് ജനാധിപത്യം, എന്ത് ഭരണം? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ വേറെയും ഭരിച്ചിട്ടില്ലേ ഈ സംസ്ഥാനത്ത്? ഇതുപോലൊരു മുഖ്യമന്ത്രിയായി ഇടതുപക്ഷക്കാരന്റെ മനസ്സാക്ഷിയോട് ചോദിക്കുന്നു, ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ചൊരു മുഖ്യമന്ത്രി? എന്നിട്ട് ഈ നാടിന് എന്ത് കിട്ടി? ഈ നാട് സമ്പന്നമായോ? ഈ നാട് പുരോഗതിയിലേക്ക് പോയോ? ഇദ്ദേഹം ഉണ്ടാക്കിയ വികസനം എന്താ? 8-9 കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു. എന്ത് വികസനം? ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ? ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ഈ നാടിനുണ്ടായ വികസനം 1 അല്ല 2 അല്ല 3 അല്ല, എണ്ണി പറയാൻ നേട്ടങ്ങളില്ലേ? കേരളത്തിൽ ആദ്യമായ 6 മെഡിക്കൽ കോളേജുകൾ, എറണാകുളത്ത് മെട്രോ ട്രെയിൻ, ആ മെട്രോ ട്രെയിൻ തുടങ്ങിയത് ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയത് ഉമ്മൻചാണ്ടി. കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി. എറണാകുളത്ത് തന്നെ സ്മാർട്ട് സിറ്റി, എറണാകുളത്ത് സ്മാർട്ട് സിറ്റി. ഇതൊക്കെ ഈ നാടിന്റെ വികസനത്തിന് ചിറക് വെച്ച ഓരോ അധ്യായങ്ങളാണ് ചരിത്രത്തിൽ. അതൊക്കെ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഈ നാണം കെട്ട പ്രവർത്തനം നടത്തിയിട്ടില്ല ഇവിടെ. ആ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോ നടന്നു പോകുന്ന ചെരുപ്പി തയഞ്ഞ ചെരുപ്പിന്റെ അടിയിലാണ് എന്ന് പിണറായി വിജയൻ ഓർക്കണം. നിങ്ങളുടെ സ്ഥാനം അവിടെയാണ്. നിങ്ങളോട് രാജ്യത്തെ കടബാധ്യത, പിടിച്ചാൽ കിട്ടാത്ത കടബാധ്യത, സംസ്ഥാനം വിറ്റാൽ പോലും കടം വീട്ടാൻ സാധിക്കാത്ത കടബാധ്യത. ഒരു കുട്ടി ജനിക്കുന്നത് 1,05,000 രൂപ കടത്തിലാണ്. നാടെവിടെ? ഈ നാട്ടിലെ പുരോഗതി എവിടെ? ഇതൊന്നും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഈ നാടിന്റെ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം എന്ത് ജനസമ്പർക്കം? സംഘർഷഭരിതമാണ് ഈ സംഘർഷം. ഇദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം സംഘർഷഭരിതമാണ്. എന്തുണ്ടായി ഇവിടെ? എന്ത് നേട്ടം? ഏതെങ്കിലും ജനങ്ങളെ കണ്ടോ? പാവപ്പെട്ടവരെ കണ്ടോ? അവരുടെ പരാതികൾ കേട്ടോ? ഇവിടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയോ? ഒരാളെപ്പോലും നേരിൽ കണ്ടില്ല. സാമ്പത്തിക ശേഷിയുള്ള കുറെ ആളുകളെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ച് അവരോട് സംസാരിച്ച് പിരിയുന്ന പിണറായി വിജയൻ ജനങ്ങളുമായി ബന്ധമില്ല. ജനങ്ങളുടെ വികാരത്തെ മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം ഈ നാടിന്റെ ആത്മാവിനെ കുത്തി നോവിക്കുന്നു. പ്രതികാരം ചെയ്യാതെ ഈ കൊച്ചു കേരളം അടങ്ങില്ല. പ്രതികരിക്കും. ഈ രാജ്യത്ത് ജനമനസ്സിലൂടെ ഞങ്ങൾ സന്നിവേശിപ്പിച്ച് നിങ്ങൾക്കെതിരെ ജനവികാരത്തെ ഞങ്ങൾ ഉണർത്തും. ആ ഉണർത്തുന്ന പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഈ മാർച്ച് എന്ന് മാത്രം ഞാനിവിടെ അനുസ്മരിച്ചുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഔപചാരികമായി ഈ DGP മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.